ലോക്കൽ റേസ് കാണിച്ചുകൊണ്ട് സിനിമ സ്റ്റാർട്ട് ചെയ്യുവാണ്. ലീഡ് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് പ്ലെയിനുകൾ ഒരു ചാമ്പ്യനെ പറ്റി വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഓറഞ്ച് നിറത്തിലെ ഈ പ്ലെയിൻ അവർക്കിടയിലേക്ക് വന്ന് നിങ്ങൾ എന്നെ പറ്റിയാണോ പറയുന്നേ, ഞാനൊട്ടും ലേറ്റ് ആയില്ലല്ലോ എന്നും പറഞ്ഞ് ഇവന്മാരെ ഓവർടേക്ക് ചെയ്തു പോകുന്നേ. ഇവനാണ് നമ്മുടെ കഥയിലെ ഹീറോ ആയ ഡസ്റ്റി. ഇത്രയും കേൾക്കുമ്പോൾ കൂട്ടുകാരോർക്കും ഡസ്റ്റി ഒരു റേസർ ആണെന്ന്. എന്നല്ല കേട്ടോ, ഇതവന്റെ സ്വപ്നം മാത്രമാണ്. ഡസ്റ്റി ഗോതമ്പ് പാടത്ത് കീടനാശിനി തെളിക്കുന്ന ഒരു ടൈപ്പ് പ്ലെയിൻ ആണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ലോകമറിയുന്ന ഒരു റേസർ ആവണം എന്നുള്ളത്. ഡസ്റ്റിയുടെ സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കൂടെ നിൽക്കാറുള്ളത് അവന്റെ ഓയിൽ ട്രക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ചഗ്ഗാണ്. രണ്ടുപേരുടെയും ഒഴിവു സമയങ്ങളില് ചഗ് നമ്മുടെ ഡസ്റ്റിയെ റേസർ ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു, അവന് ജെറ്റ് സ്ട്രീം എന്ന പേരും വെച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡസ്റ്റിയുടെ ദേഹത്ത് നിന്ന് പുകയൊക്കെ വരികയാണ്. ഇവരുടെ ഡോട്ടി എന്ന ഫ്രണ്ടിന്റെ സ്പെയർ കടയിലേക്ക് ഡസ്റ്റിയെ കൊണ്ട് ഇവർ വരുന്നു. നീ ഒരു കീടനാശിനി തെളിക്കുന്ന പ്ലെയിൻ ആണ്, നിനക്കൊരിക്കലും സ്പീഡിൽ പറക്കാൻ പറ്റത്തില്ല, നീ അതൊന്നും മനസ്സിലാക്കുക എന്ന് ഡോട്ടി ഡസ്റ്റിയെ വഴക്ക് പറയുമ്പോൾ ഡസ്റ്റി പറയുവാണ്, അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാവും, 2 ആഴ്ച കഴിഞ്ഞ എനിക്ക് ഓഡീഷൻ ഉള്ളതാണെന്ന്. വിങ്സ് അറൌണ്ട് ദ ഗ്ലോബ് റാലി എന്ന വലിയൊരു റേസിന് പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഡസ്റ്റി തയ്യാറെടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ ചഗ് അവനോട് പറഞ്ഞു, എടാ ഇനി 2 ആഴ്ച കൂടിയേ ഉള്ളൂ, നമുക്ക് നിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ എന്തായാലും ഒരു ട്യൂട്ടറുടെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് എക്സ് മിലിറ്ററി ആയ സ്കിപ്പറിനെ കാണാൻ വേണ്ടി ഇവർ പോകുന്നത്. കുറച്ചധികം പേടിയോടുകൂടി ഡസ്റ്റി പുള്ളിയെ കണ്ട് കാര്യം അവതരിപ്പിക്കുകയാണ്. പക്ഷെ ഒരു ക്രോപ്പ് ഹോപ്പർ പ്ലെയിനിനെ റേസിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ട്യൂട്ടർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സ്കിപ്പർ അപ്പൊ തന്നെ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. ഒരു വാശി പുറത്ത് ഡസ്റ്റി തനിയെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവന്റെ സ്വന്തം പ്രാക്ടീസിന്റെ ആ ഒരു പിൻബലത്തില് ആള് 2 ആഴ്ച കഴിഞ്ഞ് ഈ ഒരു ഓഡീഷന് പങ്കെടുക്കാൻ പോവാണ്. ഡസ്റ്റിയും കൂട്ടുകാരും വളരെയധികം സന്തോഷിച്ചൊരു നിമിഷമായിരുന്നു അത്. അവിടെ വെച്ച് റിപ്സ്ലിംഗർ, ബുൾഡോഗ്, നെഡ്, സെഡ് അങ്ങനെ ഒരുപാട് റേസ് പ്ലെയിൻസിനെ ഇവർ കാണുന്നുണ്ട്. കാരണം ഇത്രയും നാള് ടിവിയിലൂടെ മാത്രം കണ്ടുപരിചയമുള്ള ഇവരെ നേരിട്ട് കാണുമ്പോൾ ഉള്ള സന്തോഷം. ഒരു ക്രോപ്പ് ഹോപ്പർ ആയിട്ടുള്ള ഡസ്റ്റി അവിടെ ചെന്നത് കണ്ടിട്ടേ എല്ലാവർക്കും ചിരി വരുവാണ്. അങ്ങനെ ഓഡീഷൻ ഇവൻ പങ്കെടുത്തു. പക്ഷേ നിർഭാഗ്യവശ അവന് 6ാം സ്ഥാനമാണ് കിട്ടുന്നത്. 5ാം സ്ഥാനം വരെയുള്ളവരെ മാത്രമേ ഈ ഒരു റേസിൽ പങ്കെടുപ്പിക്കത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഡസ്റ്റിയെ കളിയാക്കുന്ന പോലെയൊക്കെ നിൽക്കുന്നു. പക്ഷെ ഡസ്റ്റിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, അവൻ അത്ര പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇവർക്കിടയിലൊക്കെ ഇത്രയൊക്കെ പിടിച്ചു നിന്നല്ലോ എന്നുള്ള രീതിയിൽ. ഒരു ക്രോപ്പ് ഹോപ്പർ ആണ് 6ാം സ്ഥാനത്ത് എത്തിയതെന്നത് നമുക്ക് ഒട്ടും തന്നെ ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അതിനേക്കാൾ നല്ല ഇനം പ്ലെയിനുകളെ മറികടന്നുകൊണ്ടാണ് അവൻ 6ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ സ്കിപ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഈ റേസിംഗ് ഫീൽഡിൽ നിന്ന് ഒരു കൊറിയർ ഡസ്റ്റിയെ തേടി വരികയാണ്. ഈ 5ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്ന പ്ലെയിനിൽ ഒരെണ്ണം എന്തോ ഒരു അഴിമതി കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 6ാം സ്ഥാനത്തുള്ള നമ്മുടെ ഡസ്റ്റിയെ ഇവർ സെലക്ട് ചെയ്തേക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ സ്കിപ്പർ ഇങ്ങോട്ട് വന്ന് ഡസ്റ്റിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും, ആ നാട്ടിലുള്ള എല്ലാവരും ഡസ്റ്റി ഓർത്ത് ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുകയാണ്. അങ്ങനെ നമ്മുടെ സ്കിപ്പർ ഡസ്റ്റിക്ക് ഈ ഒരു റേസിന്റെ സ്വഭാവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ന്യൂയോർക്ക്, ഐസ്ലാൻഡ്, ജർമ്മനി, ഇന്ത്യ, ചൈന, പിന്നെ പസഫിക് ഓഷ്യൻ വഴി മെക്സിക്കോ, ഇങ്ങനെയാണ് ഈ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എത്ര ദിവസമുണ്ട്, എത്രയൊക്കെ സ്പീഡിൽ പോകണം, എത്രയൊക്കെ ട്രാക്കുകളുണ്ട്, അതിനിടയിൽ എന്തെല്ലാം പ്രതിസന്ധികൾ മറികടക്കേണ്ടി വരും എന്നെല്ലാം സ്കിപ്പർ നമ്മുടെ ഡസ്റ്റിയെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് ഓരോ പ്രാക്ടീസ് ആരംഭിക്കുകയാണ്. ഡസ്റ്റിയോട് നല്ല ഉയരത്തിൽ പറക്കാനായിട്ട് സ്കിപ്പർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവന് ഹൈറ്റ് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്യൂവലൊക്കെ തീർന്നു പോയി എന്ന് നുണ പറഞ്ഞ് അവൻ താഴെ ഇറങ്ങുമ്പോൾ സ്കിപ്പർ കാര്യം ചോദിച്ചു. അപ്പൊ ഡസ്റ്റി പറഞ്ഞു, എനിക്ക് ഹൈറ്റ് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ താഴ്ന്നു പറഞ്ഞതെന്ന്. സ്കിപ്പറിന്റെ കയ്യിൽ അതിനും ഒരു മറുമരുന്നുണ്ടായിരുന്നു. നിനക്ക് ഹൈറ്റ് പേടിയാണെങ്കിൽ നമുക്ക് താഴെ കൂടെ തന്നെ നല്ല സ്പീഡിൽ പോവാം, നിന്റെ എതിരാളിയുടെ സ്ഥാനം നിനക്ക് കണക്കാക്കാനും പറ്റും. പിന്നെ ആ രീതിയിലുള്ള ടെക്നിക്കാണ് നമ്മുടെ സ്കിപ്പർ ഡസ്റ്റിയെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. താഴെ കൂടെ നോക്കുമ്പോൾ മുകളിലൂടെ പോകുന്ന പ്ലെയിനിന്റെ നിഴല് കാണാൻ സാധിക്കും. ആ നിഴലിനെയാണ് ഇവൻ റേസ് ചെയ്ത് തോൽപ്പിക്കേണ്ടത്. അങ്ങനെ ഡസ്റ്റി ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വെയിലോ മഴയോ മഞ്ഞോ എന്നില്ലാതെ അവന്റെ പ്രാക്ടീസ് നല്ല രീതിയിൽ മുന്നോട്ട് പൊക്കോണ്ടേയിരുന്നു. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല ഫസ്റ്റ് റൗണ്ടിനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് കഠിനമായിട്ടുള്ള പരിശീലനമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ആ ദിവസം വന്നെത്തി. ഇവര് റേസിന് വേണ്ടി ന്യൂയോർക്കിലേക്ക് പുറപ്പെടാണ്. ഇച്ചിരി പേടി നമ്മുടെ ഡസ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ.
അവിടെ ചെന്നപ്പോ നേരത്തെ കണ്ട ഓഡിഷന് പോയപ്പോ കണ്ട റിപ്സ്ലിംഗറിനെ ഇവര് കാണുന്നുണ്ട്. അവനൊരു ജാട തെണ്ടിയാണ്, അവന്റെ കാര്യം നോക്കണ്ട. പിന്നെ മറ്റൊരു ചാമ്പ്യനായ ബുൾഡോഗിനെ കാണുന്നുണ്ട്. ആള് ചാമ്പ്യനൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഇവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഡസ്റ്റിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. അടുത്തതായിട്ട് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഇഷാനി എന്ന പ്ലെയിനെയാണ് ഡസ്റ്റി കാണുന്നത്. കണ്ട മാത്രയിൽ തന്നെ അവളെ ഇവന് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ അത്ര വലിയതായിട്ട് ഇവനോട് സംസാരിക്കൊന്നും ചെയ്യുന്നില്ല, കുഴപ്പമില്ലാത്ത മട്ടില്ല. റിപ്സ്ലിംഗർ ആണെങ്കിൽ മിണ്ടുന്നേ ഇല്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഡസ്റ്റി ഒരു കുഞ്ഞു പ്ലെയിനിനെ കണ്ടു. അവന്റെ പേരായിരുന്നു എൽ ചുപ്പാക്കബ്ര. അങ്ങനെ എൽ ചുപ്പാക്കബ്ര, നമുക്ക് തൽക്കാലം ചുപ്പാക്കോബ്ര എന്ന് വിളിക്കാം കേട്ടോ. അവനും നമ്മുടെ ഡസ്റ്റിയും കൂടെ നല്ല രീതിയിൽ കൂട്ടാവുന്നുണ്ട്. അങ്ങനെ അവൻ ഒത്തിരി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവനൊരു ലോക്കൽ ചാമ്പ്യനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ റേസിങ്ങിന് ന്യൂയോർക്ക്, ഐസ്ലൻഡ്, ജർമ്മനി, ഇന്ത്യ, ചൈന, അതുവഴി പസഫിക് ഓഷൻ വഴി മെക്സിക്കോ, ഈ രീതിയിലാണ് റേസിംഗ് കംപ്ലീറ്റ് ആക്കേണ്ടത്. 120 ദിവസം ഉണ്ട് റേസിംഗ് കംപ്ലീറ്റ് ആക്കാനായിട്ട് എന്നുള്ള രീതിയിൽ റേസിംഗ് ട്രെയിലറും കാര്യങ്ങളും ഒക്കെ വരുന്നു. ഡസ്റ്റി ഓർത്തിട്ട് നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര അഭിമാനം. അധികം വൈകാതെ ഇതേ റേസിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഡസ്റ്റിക്ക് ഇപ്പൊ ഫാൻ ബേസ് ഒന്നുമില്ല, അവന്റെ ഫസ്റ്റ് റേസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരുടെ പേരിലും എല്ലാവരും ആർപ്പ് വിളിക്കുന്നുണ്ട്. ആ സമയം റേസ് ട്രാക്കിൽ വെച്ച് നമ്മുടെ ചുപ്പാ കോബ്ര ഒരു പെൺ പ്ലെയിനെ കാണുന്നുണ്ട്. അവളുടെ പേരായിരുന്നു റോഷൽ. റോഷലിനെ കണ്ട മാത്രയിൽ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റും? അങ്ങനെ ടി വിയിൽ ഇരുന്നു കൊണ്ട് ഡസ്റ്റിയുടെ പെർഫോമൻസ് എല്ലാവരും കാണാൻ തുടങ്ങുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ റിപ്സ്ലിംഗർ തന്നെയായിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. ഡസ്റ്റി അത്രയ്ക്കങ്ങ് മോശമൊന്നും ആയിരുന്നില്ല. അവൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അവൻ താഴ്ന്ന രീതിയിൽ പറക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ ആ രീതിയിൽ പറന്ന് ഇപ്പോൾ അവസാനത്തെ നിലയിലാണ് എത്തുന്നത്. അതായത് ഏറ്റവും അവസാനത്തെ രീതിയിലാണ് എത്തുന്നത്. പക്ഷെ കുഴപ്പമില്ല എന്ന മട്ടിലായിരുന്നു. തിരിച്ചു വന്ന ഡസ്റ്റിയോട് അവന്റെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു എന്നൊക്കെ കൂടെയുള്ളവർ പറയുന്നുണ്ട്, റിപ്സ്ലിംഗർ ഒഴികെ. രാത്രി ഡസ്റ്റി അവന്റെ ഫ്രണ്ട്സിന് ഫോൺ ചെയ്യാണെന്നിട്ട് എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു നാണം കെട്ട പരുവത്തായി എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ അവനെ പ്രോത്സാഹിപ്പിച്ചു. അടുത്തതായിട്ട് ഐസ്ലാൻഡിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്ന ആ ഒരു റേസിനിടയിൽ നമ്മുടെ ബുൾഡോഗിന് ഒരു ചെറിയ അപകടം പറ്റി. ഡസ്റ്റി ആവട്ടെ ഫിനിഷിംഗ് പോയിന്റിന്റെ കാര്യം മറന്നിട്ട് ബുൾഡോഗിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ബുൾഡോഗിനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ച നമ്മുടെ ഡസ്റ്റിയോട് ബുൾഡോഗിന് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ഡസ്റ്റിക്ക് ഒരുപാട് ഫാൻസ് ആയി തുടങ്ങി, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ പേരിൽ. അങ്ങനെ അന്ന് രാത്രിയിൽ ഡസ്റ്റിയുടെ ഫാൻ ആയിട്ടുള്ള ഒരു കാർ അവിടെ വരുവാണ്. ഈ കാറിന് പ്ലെയിൻ ആവാനും സാധിക്കുമായിരുന്നു. ആ കാർ ഡസ്റ്റിക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കീടനാശിനി തെളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഫാൻ അഴിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറക്കാൻ പറ്റുമെന്ന്. പിറ്റേ ദിവസം തന്നെ ഡസ്റ്റി ആ ഒരു മോഡിഫിക്കേഷൻ ചെയ്തു. അപ്പൊ കുറച്ചുകൂടെ ഭാരം കുറഞ്ഞു കിട്ടിയ ഡസ്റ്റിക്ക് പറക്കാനായിട്ട് എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്തവണത്തെ റേസിൽ ഇവര് ഐസ്ലാൻഡിൽ നിന്ന് നേരെ ജർമ്മനിയിലേക്കാണ് പോകുന്നത്. അത് നല്ല രീതിയിൽ നമ്മുടെ ഡസ്റ്റി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവന്റെ പെർഫോമൻസിന്റെ ആ ഒരു റേഞ്ച് കൂടുന്നതിനനുസരിച്ച് റിപ്സ്ലിംഗർക്ക് ഒരു ചെറിയ പേടിയും വരുന്നുണ്ട്. ഫാൻ ബേസ് അവന് കൂടുന്നതോർത്ത് ചെറിയ സങ്കടവും വരുന്നുണ്ടായിരുന്നു. ഇവിടെ സ്കിപ്പർ ആണെങ്കിൽ ഇവനെ പറ്റി ഓർക്കുന്നുണ്ട്, അതുപോലെ പുള്ളിയുടെ പാസ്റ്റിനെ പറ്റിയിട്ടും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് അറിയുന്നില്ല സ്കിപ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഡസ്റ്റിക്ക് ഒത്തിരി ഫാൻസ് ഒക്കെ ആയിട്ടുണ്ട്. ബുൾഡോഗിനെ സഹായിച്ചത് കൊണ്ടാണ് ഏറ്റവും മെയിൻ ആയിട്ട്. ഇനി ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലോട്ട് പോകുന്ന ഒരു ഫ്ലൈറ്റ് ആണുള്ളത്. ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ ചുപ്പാ കോബ്ര റോഷല്ലയെ വളച്ചെടുക്കാൻ വേണ്ടി ഇടയ്ക്ക് പാട്ടും കൂത്തൊക്കെ ആയിട്ട് നടക്കാറുണ്ട്. പക്ഷെ ഇത്രയും നാളായിട്ടും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇന്ത്യയിലെത്തിയ ഡസ്റ്റിയെ ഇന്ത്യ കാണിച്ചു തരാമെന്ന് ഇന്ത്യൻ പ്ലെയിൻ ആയിട്ടുള്ള ഇഷാനി പറയാണ്. ഒന്നാമത് അവളോട് ക്രഷുള്ള ഡസ്റ്റിക്ക് ഇത് ശരിക്കൊരു നല്ല അവസരമായിരുന്നു. അങ്ങനെ ഇഷാനിയോടൊപ്പം ഇന്ത്യയുടെ സൗന്ദര്യം കാണാനായിട്ട് നമ്മുടെ ഡസ്റ്റി പുറപ്പെട്ടു. ആദ്യം തന്നെ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ താജ്മഹലാണ് അവള് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത്. അതുകൂടാതെ ഇന്ത്യയുടെ മനോഹാരിത കാണിക്കാൻ പറ്റുന്ന സകല സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ ഇഷാനിയോട് ഡസ്റ്റി ഇവിടെയുള്ള റെയിൽ പാളങ്ങളിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും, ആ ഒരു വഴിയെ സഞ്ചരിക്കുന്നതായിരിക്കും തനിക്ക് നല്ലതെന്ന് ഇഷാനി പറയുമ്പോൾ അവൻ അത് ഓക്കെ പറയാണ്. അങ്ങനെ ഇതിലൂടെയുള്ള റേസ്, അതായത് ഇന്ത്യയിൽ നിന്ന് ചൈനയിലോട്ട് പോകുന്ന ഈ ഒരു റേസിനിടയിൽ റെയിൽ പാളങ്ങൾക്കിടയിലൂടെ അതിന്റെ മുകളിലൂടെ ഡസ്റ്റി സഞ്ചരിക്കുകയാണ്. പക്ഷെ അത് ശരിക്കൊരു പണി കിട്ടുന്ന ഏർപ്പാടായിരുന്നു. ഇഷാനി തന്നെ ചതിക്കുവാണെന്ന് ഈ ഒരു റേസിങ്ങിന്റെ അവസാനമാണ് നമ്മുടെ ഡസ്റ്റിക്ക് മനസ്സിലാവുന്നത്. പാളങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ എന്തായി കഴിഞ്ഞാലും ടണൽ വരും. ടണലിന്റെ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവന് പണിയാവുകയും ചെയ്യും. അങ്ങനെ ഇഷാനിയോട് ചെന്നിട്ട് നീ എന്നെ ചതിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഇഷാനി ശരിക്ക് റിപ്സ്ലിംഗറിന്റെ
ടീമിൽ പെട്ട ആളാണെന്നും റിപ്സ്ലിംഗർ അവൾക്കൊരു പ്രൊപ്പല്ലർ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇഷാനി മനഃപൂർവ്വം ഇവനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നുള്ള കാര്യം ഡസ്റ്റിക്ക് മനസ്സിലാവുന്നത്. അവനാകട്ടെ അവളെ വിട്ടു എന്ന മട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ചൈനയിലെത്തിയ ഡസ്റ്റി അവിടെ നിന്നും ഫ്രണ്ട്സിനെ വീഡിയോ കോൾ ചെയ്യാണ്. അപ്പം അവര് ഇവനെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന രീതി സംസാരിക്കുന്നുണ്ട്. ചൈനയിലെത്തിയല്ലോ, അതായത് ഇത്രയും ലെവൽ വരെ എത്തിയല്ലോ, അപ്പോൾ നിന്നെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന മട്ടിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ചുപ്പാക്കോബ്ര ആവട്ടെ റോഷല്ലയെ വളച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പോപ്പ് സോങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഡസ്റ്റി അവിടെ ചെന്നു. എന്നിട്ട് എടാ മണ്ട, പെണ്ണുങ്ങളെ വളയ്ക്കാൻ മെലഡി ആടാ ബെറ്റർ എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് നല്ലൊരു മെലഡി സോങ് പാടിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന റോഷല്ലയ്ക്ക് അവനൊരു ചെറിയ ഇഷ്ടം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചുപ്പാക്കോബ്ര നമ്മുടെ നാവും പൂത്തേ നമ്മുടെ മാവും പൂത്തേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരിപ്പോൾ ഫുൾ സെറ്റ് ആയിരിക്കുകയാണ് എന്നർത്ഥം. റിപ്സ്ലിംഗർ ആണെങ്കിൽ നമ്മുടെ ഡസ്റ്റിയുടെ ഫാൻ ബേസിന്റെ കാര്യം ഓർത്ത ഇവൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ഇവനെതിരെ കൊട്ടേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അടുത്തതായി ചൈന വഴി പസഫിക് ഓഷൻ വഴി മെക്സിക്കോയ്ക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ GPS സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ പറക്കാൻ പറ്റത്തുള്ളൂ. ഡസ്റ്റിയുടെ ആന്റിന നെഡിനെയും സ്ലെഡിനെയും കൊണ്ട് റിപ്സ്ലിംഗർ ഒടിച്ചു കളയിപ്പിച്ചു. അങ്ങനെ വഴിതെറ്റിയ നമ്മുടെ ഡസ്റ്റിയെ പിന്നീട് നേവിക്കാരാണ് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. റേസിംഗ് ടീമിലുള്ളവരൊക്കെ തന്നെ ഡസ്റ്റി എവിടെയെന്ന് ഓർത്തോണ്ടിരിക്കുമ്പോൾ ഡസ്റ്റിയെ കൂട്ടിക്കൊണ്ട് നമ്മുടെ നേവിക്കാര് അവരുടെ ഒരു ഷിപ്പിലോട്ട് വരികയാണ്. അപ്പോൾ നേവിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്കിപ്പറിനെ പറ്റി അവിടെ അന്വേഷിച്ച ഡസ്റ്റിക്ക് സ്കിപ്പർ ഒരൊറ്റ റേസ് എന്ന് ഉദ്ദേശിച്ചത് ഒരൊറ്റ മിഷൻ മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സ്കിപ്പർ ഇവനോട് ഒത്തിരി മിഷൻസിന്റെ കാര്യം പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഡസ്റ്റിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. സ്കിപ്പർ തന്നെ അത്രയ്ക്കധികം വിശ്വസിക്കുന്നു എന്ന് വിശ്വസിപ്പിച്ചിട്ട് തന്നെ പറ്റിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇവിടെ റിപ്സ്ലിംഗർ ആവട്ടെ ഡസ്റ്റിയെ കാണാഞ്ഞ് അവന്റെ ശല്യം ഒഴിവായി എന്ന മട്ടിലിരിക്കുകയാണ്. അന്നേരം ഇഷാനി ഇപ്പൊ പാവാട്ടോ. ഇഷാനി നമ്മുടെ ഡസ്റ്റിയുടെ ഫ്രണ്ട് ആയിട്ടുണ്ട്. അപ്പൊ അവളും നമ്മുടെ ചുപ്പാക്കൊബ്രയും ഒക്കെ വന്ന റിപ്സ്ലിംഗറിനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഡസ്റ്റി നേരെ ആയിട്ട് തിരികെ വരികയായിരുന്നു. പക്ഷെ സ്കിപ്പറിന്റെ കാര്യമൊക്കെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു പറക്കുന്നതിന്റെ ഇടയിൽ അവൻ നേരെ വെള്ളത്തിലോട്ട് വീണുപോയി. അങ്ങനെ അവന്റെ ബോഡി ഫുള്ള് ഡാമേജ് ആയി. റേസിംഗിന്റെ ആൾക്കാർ അവനെ പിന്നെ തൂക്കിയെടുത്തോണ്ടാ വരുന്നത്. അങ്ങനെ ഈ ഒരു റേസിംഗിൽ നിന്ന് താൻ ഒഴിവാകുവാണെന്നും എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡസ്റ്റി അവിടെ നിന്ന് മാറി സ്കിപ്പറിനെ ഫോൺ ചെയ്ത് നിങ്ങൾ എന്നെ പറ്റിച്ചു അല്ലേ, നിങ്ങൾ ശരിക്ക് ഒരൊറ്റ മിഷനല്ലേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സ്കിപ്പർ പറഞ്ഞു അത് ഞാൻ ഒരൊറ്റ മിഷനേ ചെയ്തിട്ടുള്ളൂ, ആ മിഷനിടയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിട്ടുപോയി, ഞങ്ങൾ ശരിക്ക് ഭയങ്കരമായിട്ട് തളർന്നു പോയ ഒരു നിമിഷമായിരുന്നു അത്, പിന്നെ ഞാൻ മാത്രമേ അതിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് കഥ പോലെ പറയാണ്. നമ്മൾ എപ്പോഴും ലക്ഷ്യത്തിന് വേണ്ടി പോരാടണം, ആ ലക്ഷ്യം നിറവേറുന്നത് വരെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം, ഞങ്ങൾ അത് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് നഷ്ടമായി എന്ന മട്ടിലൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഡസ്റ്റിക്ക് ഇച്ചിരി സങ്കടം തോന്നുന്നുണ്ട്, തൻ്റെ ആഗ്രഹം ഇനി വെടിയാൻ പോകുവാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ പിറ്റേ ദിവസം അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരികയാണ്. എന്നിട്ട് ഡസ്റ്റിയോട് പറഞ്ഞു ഞങ്ങൾ ആരുമല്ല, നീയാണ് ഈ റേസിംഗ് ജയിക്കാനായിട്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള്. അങ്ങനെ ഓരോരുത്തർ വന്ന് അവരുടെ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്സ് നമ്മുടെ ഡസ്റ്റിക്കായിട്ട് കൊടുക്കുകയാണ്. ഈ പാർട്സ് വെച്ച് അവൻ്റെ ബോഡി റിപ്പയർ ചെയ്തെടുത്ത് വീണ്ടും അവൻ റേസിങ്ങിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഡസ്റ്റി അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡസ്റ്റിക്ക് ഓരോരോ പ്ലെയിൻ പാർട്സ് എല്ലാം വെച്ച് വീണ്ടും അവനെ റീസ്റ്റോർ ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ റിപ്സ്ലിംഗറിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സ്കിപ്പറിന് ഇവൻ വീണ്ടും പങ്കെടുക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ട്. നമ്മുടെ ഡസ്റ്റി വീണ്ടും റേസിന് പങ്കെടുക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഫാൻസിന് മുടുക്കത്തെ സന്തോഷമായിരുന്നു. പക്ഷെ റിപ്സ്ലിംഗർ ഇതുകൊണ്ടൊന്നും തീരുന്നില്ലടാ, നിന്നെ തകർക്കാനായിട്ട് ഞാൻ ഇനിയും ഇവിടെ ഉണ്ട് എന്ന മട്ടിൽ സംസാരിക്കുകയാണ്. അടുത്തതായിട്ടുള്ള റേസ് ഇവിടെ നിന്ന് മെക്സിക്കോയിൽ നിന്ന് തിരികെ ന്യൂയോർക്കിലേക്കുള്ളതാണ്. അപ്പോൾ ഇതിനിടയിൽ എന്തായാലും ഇവന്റെ കഥ കഴിക്കണം എന്ന മട്ടിലാണ് നമ്മുടെ റിപ്സ്ലിംഗറും ആൾക്കാരും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഡസ്റ്റിക്ക് ഒരു പറ്റം നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡസ്റ്റിയെ ആദ്യമൊക്കെ ഇവർ പരിചരിച്ചു പിടിച്ചു. പിന്നീട് റിപ്സ്ലിംഗറിന്റെ കുറെ പ്ലെയിനുകൾ ഇവനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് കാണുന്ന സ്കിപ്പറും കൂട്ടരും വന്ന് അവന്മാരെയൊക്കെ ഒഴിവാക്കി വിട്ടു. അതിനുശേഷം നമ്മുടെ ഡസ്റ്റിയും റിപ്സ്ലിംഗറും മാത്രമായി ട്രാക്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഗംഭീരമായിട്ട് റേസ് നടത്തുന്നുണ്ട്. റിപ്സ്ലിംഗർ ആളൊരു മാന്യനാണ് ഇപ്പോ കേട്ടോ, അതായത് കുബുദ്ധിയൊക്കെ ഉപയോഗിച്ചെങ്കിലും ഈ റേസിംഗിന്റെ ഇടയിൽ അറ്റാക്കിംഗ് മൈൻഡൊന്നും അവനുണ്ടായിരുന്നില്ല. ഡസ്റ്റിക്ക് സ്കിപ്പർ പറഞ്ഞു കൊടുത്തൊരു മാർഗം ഉണ്ടായിരുന്നു. റിപ്സ്ലിംഗറെ ജയിക്കുന്നതിന് മുൻപ് മീഡിയയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു മൈന്യൂട്ട് സെക്കൻഡ് കിട്ടും. ആ സമയത്ത് അവൻ ഇച്ചിരി സ്ലോ ആയിരിക്കും, ആ സമയം മുതലെടുത്ത് വേണം ഇവനോട് ജയിക്കാനായിട്ട് എന്ന് പറയാണ്. അങ്ങനെ റിപ്സ്ലിംഗറിന്റെ നിഴല് നോക്കിയിട്ട് നമ്മുടെ ഡസ്റ്റി പതിയെ താഴെ കൂടെ തന്നെ
അത്യാവശ്യം സ്പീഡ് എടുത്ത് സഞ്ചരിക്കുന്നുണ്ട്. സ്കിപ്പർ പറഞ്ഞ ആ ഒരു അവസരം വന്നെത്തി. ജയിക്കുമെന്ന് ഉറപ്പായ നമ്മുടെ റിപ്സ്ലിംഗർ മീഡിയയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെരിയുന്ന സമയത്ത് അവനെ വെട്ടിച്ച് നമ്മുടെ ഡസ്റ്റി ഫിനിഷിംഗ് ലൈൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി. റിപ്സ്ലിംഗർ അവിടെയുള്ള ടോയ്ലറ്റിലോട്ടും ചെന്ന് വീഴാണ്. അങ്ങനെ ഒരു ക്രോപ്പ് ഹോപ്പർ ആയിട്ടുള്ള ഡസ്റ്റി ഒരു വലിയ റേസ് വിൻ ചെയ്തതും എല്ലാവരും ഓടിക്കൂടി അവനെ പൊതിഞ്ഞ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നു. പിന്നീട് മീഡിയക്കാരുടെയൊക്കെ ഒരു ബഹളമായിരുന്നു. സ്കിപ്പർ അന്നേരം അവിടെ വരുമ്പോൾ ഡസ്റ്റി പുള്ളിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് പ്രൈസ് ഒക്കെ വാങ്ങിയ നമ്മുടെ ഡസ്റ്റിയെ കൂട്ടിക്കൊണ്ട് സ്കിപ്പർ ഇപ്പോൾ നേവി ബേസിനിലോട്ട് വേറൊരു യാത്ര പോവാണ്. അവിടെ പോയി അവിടെ നിന്ന് ഡസ്റ്റിയും സ്കിപ്പറും കൂടി ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു അടിപൊളി സീനോട് കൂടിയിട്ടാണ് പ്ലെയിൻസ് എന്ന ഈ ഒരു മൂവി അവസാനിക്കുന്നത്. സോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു മൂവി, കാർസ് മൂവി അതുപോലെ പ്ലെയിൻസ് മൂവി, ഇതൊക്കെ ഏകദേശം സിമിലർ ആട്ടോ. നമ്മുടെ ഡിസ്നിയുടെ അടിപൊളി സിനിമ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ്. അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്റർടൈൻമെന്റ് ആവുന്ന ഒരു അടിപൊളി സിനിമയായിരിക്കും ഇത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യാനായി മറക്കാതിരിക്കുക കേട്ടോ. ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്നുള്ളതാണ്. ഒരാളുടെ അപ്പിയറൻസ് നോക്കി ഒരിക്കലും അയാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ ഉള്ളിലുള്ള കഴിവ് അപാരായിരിക്കും. ഇപ്പൊ നമ്മുടെ ഡസ്റ്റി ഒരു ക്രോപ്പ് ഹോപ്പർ ആണെന്നും കരുതി അവൻ ഒരു വലിയ റേസിലെ ചാമ്പ്യനായി മാറിയില്ലേ? അപ്പൊ അതാണ്, നമ്മുടെ അപ്പിയറൻസ് നോക്കി ഒരിക്കലും ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക, നമ്മളെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നും കരുതി എന്താണോ ആഗ്രഹം അത് നടത്തിയെടുക്കാനായിട്ട് നോക്കുക. ഒരു ജീവിതമല്ലേ ഉള്ളൂ. അതിനിടയിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ, അല്ലേ? അത് ചുമ്മാ പറഞ്ഞാട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് ചെയ്ത് നമ്മളെ തന്നെ ഹാപ്പി ആക്കി ഇരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയൊക്കെയുള്ളൂ. പിന്നെ കൂട്ടുകാരുടെ ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിക്കണമെങ്കിൽ നിങ്ങൾ 1 വീക്ക് മുൻപെങ്കിലും, ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപെങ്കിലും ബർത്ത്ഡേയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരും എന്നാണെന്ന് ജസ്റ്റ് കമന്റ്സ് ആയിട്ട് പറയാം. പിന്നെന്താ, നിങ്ങളുടെ പേരുകൾ ഹായ് പറയണം. അങ്ങനെയുള്ളവരാണെങ്കിൽ പേരുകൾ കമന്റ്സ് ആയി പറയാം കേട്ടോ. സോ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.